വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യുമ്പോഴേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഒരു ജനറിക് ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട്. 2024-25 സമയങ്ങളിൽ പഴയ പോലെ അത്ര ഓസ്കിയുടെ വിസ ഗ്രാൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ബാക്കിയുള്ള കൺസൾട്ടൻസീസിനെ വെച്ച് നോക്കുമ്പോൾ ഹൈ വിസ സക്സസ് റേറ്റ് ആണ് ഡെസ്മ ഇൻ്റർനാഷണൽ ഉള്ളത്. ഇമിഗ്രേഷൻ ഓഫീസറിന് ആ ഒരു വിസ ഗ്രാൻഡ് ചെയ്യണം എന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവർ റെഫ്യൂസ് ചെയ്യും. പക്ഷേ അത് വരാതിരിക്കാനായിട്ട് മാക്സിമം കാര്യങ്ങൾ നോക്കും. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മളൊരു ജനറൽ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ മെയിൻ സ്റ്റെപ്പാണ് ഓസ്കി എന്ന് പറയുന്ന എക്സാം, ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഈ ഒരു എക്സാം പ്രാക്ടിക്കൽ എക്സാമാണ്. ഓസ്ട്രേലിയയിൽ പോയിട്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. 2 സെൻറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് മെൽബണും പിന്നെ ഒരെണ്ണം എഡലൈഡും. സോ ഇവിടെ നമ്മൾക്ക് എങ്ങനെയാണ് എത്താൻ പറ്റുക? ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ വിസിറ്റിംഗ് വിസയാണ് എല്ലാവരും ചൂസ് ചെയ്യേണ്ടത്. വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യുമ്പോഴേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഒരു ജനറിക് ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 2024 ഡിസംബറോടുകൂടി കുറേ അപ്ഡേറ്റ്സ് ഇമിഗ്രേഷനിലും വന്നിട്ടുണ്ടായിരുന്നു. 2024-25 സമയങ്ങളിൽ പഴയ പോലെ അത്ര ഓസ്കിയുടെ വിസ ഗ്രാൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. ഓൾറെഡി അപ്ലൈ ചെയ്ത വിസ റെഫ്യൂസ്ഡ് ആയി, ഇനി എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ, ഡെസ്മ ഇൻ്റർനാഷണൽ വഴി പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുമോ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ശരിക്കും ബാക്കിയുള്ള കൺസൾട്ടൻസീസിനെ വെച്ച് നോക്കുമ്പോൾ ഹൈ വിസ സക്സസ് റേറ്റ് ആണ് ഡെസ്മ ഇൻ്റർനാഷണൽ ഉള്ളത്. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് റെഫ്യൂസൽ റേറ്റ് മാത്രമാണ് ഡെസ്മയ്ക്ക് ഉള്ളതെന്ന്. കാരണം നമ്മൾ അത്രയും പ്രോപ്പറായിട്ടും നമ്മുടെ ലോയറിൻ്റെ ഗൈഡൻസോട് കൂടിയിട്ട് മാത്രമാണ് വിസ ഫയൽ ചെയ്യുക. മാക്സിമം ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടും നമ്മൾ വിസ ഫയൽ ചെയ്യാറുള്ളൂ. ഈ ഒരു ജാനുവരിയിലൊക്കെ നമുക്കും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട്. ഡെസ്മ ഇൻ്റർനാഷണൽ ഓസ്കിയുടെ സബ് ക്ലാസ് 600 അല്ലെങ്കിൽ വിസിറ്റർ വിസ ഫയൽ ചെയ്യുന്ന സമയത്ത് ലോയറിൻ്റെ ഗൈഡൻസ് എടുത്തിട്ട് തന്നെയാണ് വിസ പ്രോസസ്സിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു റെഫ്യൂസൽസ് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോഴേക്കും ഒന്നുകിൽ ഫണ്ട് പ്രോപ്പർ അല്ല, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റസ് അല്ല, അങ്ങനത്തെയൊക്കെ റീസൺ വെച്ചിട്ടാണ് ഇമിഗ്രേഷൻ ഓഫീസർ വിസ റെഫ്യൂസ് ചെയ്യുന്നത്. മാക്സിമം ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് വിസ ഫയൽ ചെയ്താലും ഇമിഗ്രേഷൻ ഓഫീസറിന് ആ ഒരു വിസ ഗ്രാൻഡ് ചെയ്യണം എന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവർ റെഫ്യൂസ് ചെയ്യും. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് ആർക്കും ഇല്ലാത്തിടത്തോളം കാലം നമ്മൾക്ക് എന്തായാലും ആ ഒരു റെഫ്യൂസൽ വന്നത് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ അത് വരാതിരിക്കാനായിട്ട് മാക്സിമം കാര്യങ്ങൾ നോക്കി ഫയൽ ചെയ്യുക. അതെല്ലാം ചെയ്തിട്ടും ഒരു ഡിസിഷൻ നെഗറ്റീവ് ഡിസിഷൻ ആണെങ്കിൽ അത് നമ്മുടെ അൺലക്ക് തന്നെയാണെന്നാണ് പറയേണ്ടി വരുള്ളൂ. എല്ലാ കേസ് മാനേജേഴ്സും വയ്ക്കുന്ന ഒരേ ഒരു റീസണാണ് ജെനുവിൻ ടെമ്പററി എൻട്രൻ അല്ല എന്നുള്ളത്. അതായത് ഓസ്ട്രേലിയയിൽ വിസ ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു കാര്യം പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇമിഗ്രേഷൻ ഓഫീസർ വിസ ഗ്രാൻഡ് ചെയ്യത്തുള്ളൂ. അത് പ്രൂവ് ചെയ്യുന്നതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു ഡിസിഷൻ നെഗറ്റീവായിട്ട് നിങ്ങൾ ജെനുവിൻ ടെമ്പററി എൻട്രൻ്റ് അല്ല, ഓസ്ട്രേലിയക്ക് പോയാൽ തിരിച്ചു വരില്ല, അവിടെ തന്നെ സ്റ്റേ ചെയ്യും, അങ്ങനെയുള്ള റീസണൊക്കെയാണ് വിസയുടെ റെഫ്യൂസൽ ലെറ്ററിൽ വന്നതെങ്കിലും അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഫാക്ടേഴ്സ് കൂടി അവർ മെൻഷൻ ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ഫണ്ട്, അതായത് ഷോമണി എന്ന് പറയുന്നത് പ്രോപ്പർ അല്ല, അത് പ്രോപ്പറായിട്ടുള്ള സോഴ്സിലല്ല വന്നിരിക്കുന്നത്, സ്ട്രോങ് ആയിട്ടുള്ളൊരു എംപ്ലോയ്മെൻറ്റ് നിങ്ങൾക്കില്ല, പിന്നെ നാട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല. സോ ഇങ്ങനത്തെ കുറേ റീസൺസ് ഒക്കെയാണ് വെക്കുക. ഇതല്ലാതെ ഒരു റെയർ ആയിട്ട് വരുന്നൊരു കേസാണ് ഇമിഗ്രേഷൻ ഹിസ്റ്ററി ഇല്ല എന്നുള്ളത്. അതായത് വേറെ കൺട്രിയിലൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ വിസ റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ജെനുവിൻ റീസൺ അല്ല. എന്നാലും കേസ് മാനേജർ അങ്ങനെ ഒരു നെഗറ്റീവ് ഔട്ട്കം തന്നാലും നമ്മൾക്കത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാക്സിമം ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് റീഅപ്ലൈ ചെയ്യാനും സാധിക്കും. ഞാനിപ്പോൾ ഒരുപാട് നഴ്സസിൻ്റെ അടുത്താണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് തോന്നിയിട്ടുള്ളത്. അതായത് 2 കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. ഒരു ടൈപ്പ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് ഏജൻസി പറയുന്നത് അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യും. കാരണം നമ്മൾക്കാണല്ലോ ഈ ഒരു കാര്യങ്ങളിൽ ഏജൻസിക്ക് ആണ് അല്ലെങ്കിൽ ഡെസ്മ ഇൻ്റർനാഷണൽ ആണ് കൂടുതൽ നോളജ് ഉള്ളത്. നമ്മൾ ഒത്തിരി വിസ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന സെയിം ഇൻസ്ട്രക്ഷൻ തന്നെ ഫോളോ ചെയ്ത് സമാധാനമായിട്ട് നമ്മൾ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് തന്ന് അധികം തിരക്ക് കൂട്ടാതെ സാവധാനം വിസ ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ
അലോ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതായത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, നമ്മൾ കറക്റ്റ് കാര്യം പറയുമ്പോൾ അതനുസരിച്ചിട്ട് അവർ ഫോളോ ചെയ്യും. അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വിസ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. വേറൊരു കാറ്റഗറി എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വിസയിലെ ക്വാളിറ്റീന് ഉപരി അവർ നോക്കുന്നത് പെട്ടെന്ന് തന്നെ വിസ ഫയൽ ചെയ്യുക, ഉള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ഫയൽ ചെയ്യുക. വേറെ എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചാൽ അവർക്കത് പേഴ്സണൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് എടുത്ത് തരാൻ പറ്റാതെ ഇരിക്കുക. പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ കൂടി അവർക്ക് അതിനുള്ള ടൈം ഇല്ലെങ്കിലോ അങ്ങനെ എടുത്ത് തരാതെ ഇരിക്കുക. ഉള്ള ഡോക്യുമെൻറ്റ്സ് വെച്ച് ഫയൽ ചെയ്യാൻ പറയുക. എമൗണ്ട് മെച്ചുവേർഡ് അല്ല എന്നുണ്ടെങ്കിലും അത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറയുക. ഫണ്ടിൻ്റെ സോഴ്സ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലും സാരമില്ല, നിങ്ങളത് വെച്ച് പ്രോസസ്സ് ചെയ്തോളാൻ പറയുക. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിനി മുതൽ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം വിസ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിസ ഫയൽ ചെയ്യണം എന്നുള്ളൊരു റീസൺ കൊണ്ട് നമ്മൾ ഫയൽ ചെയ്യാതെ ഇരിക്കുക. മാക്സിമം ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് റെഫ്യൂസൽ വരാത്ത രീതിയിൽ വേണം വിസ ഫയൽ ചെയ്യാൻ. പിന്നെ എല്ലാം കൊടുത്ത് നമുക്ക് ഒരു ഇമിഗ്രാൻഡ് കിട്ടിയില്ല അല്ലെങ്കിൽ റെഫ്യൂസൽ ആയിപ്പോയാൽ അത് നമ്മുടെ അൺലക്ക് തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് ഫോൾട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം വിസ ഫയൽ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വിസയുടെ ആ ഒരു സ്റ്റേജിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ഉള്ള ഡോക്യുമെൻറ്റ്സ് വെച്ച് ഫയൽ ചെയ്യുക എന്നുള്ളതിനുപരി നമുക്ക് മാക്സിമം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യുക. കാരണം നമുക്ക് പല കൺസൾട്ടൻസീസിൽ നിന്നും ഇമിഗ്രേഷൻ റെഫ്യൂസൽ കൊടുത്ത വിസ റീഅപ്ലൈ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് റെഫ്യൂസൽ വന്ന് ഉടനെ തന്നെ അടുത്തത് അപ്ലൈ ചെയ്യാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതെവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രോപ്പർ ഗൈഡൻസ് ലോയറിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ട് മാത്രമാണ് ചെയ്യാറുള്ളൂ. സോ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, നിങ്ങളുടെ ഷോമണിയുടെ കാര്യങ്ങൾ, പിന്നെ ഈ ഷോമണി കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞിട്ട് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടാവണം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ റിക്വയർമെൻ്റ് ആയിട്ട് ഒരു ഷോമണി പറയുന്നത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കാണിക്കാനായിട്ട് നോക്കുക. ഇപ്പം സോഴ്സ് ഇല്ലാത്ത ഫണ്ടൊക്കെ ആണെങ്കിൽ എന്തായാലും കേസ് മാനേജർ നോക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ റെഫ്യൂസലൊക്കെ കിട്ടാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്തിട്ട് മാത്രം വിസ അപ്ലൈ ചെയ്യുക. കൂടുതൽ ഗൈഡൻസ് ആവശ്യമുള്ളതാണെങ്കിൽ ഒരു എക്സ്പേർട്ട് ടീമിനെ തന്നെ, അതായത് ഡെസ്മ ഇൻ്റർനാഷണൽ പോലെയുള്ള എക്സ്പേർട്ട് ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം തന്നെ ഫയൽ ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല, നമ്മൾ അത്രയും പ്രോപ്പറായിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി റെഫ്യൂസൽസ് വേറെ സൈഡിൽ നിന്ന് കിട്ടിയ കാൻഡിഡേറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമുക്കതൊന്നും കൂടി ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഒരു പ്രാവശ്യം റെഫ്യൂസൽ വന്ന ഒരു വിസ നമ്മൾ രണ്ടാമത് അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് ഡോക്യുമെൻറ്റ്സൊക്കെ കളക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് മാത്രം ചെയ്യുക. ഇതല്ലാതെ ഇപ്പം എല്ലാം ഓക്കെ ആയിട്ട് റെഫ്യൂസൽ വന്നൊരു കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ലോയറിൻ്റെ ഗൈഡൻസ് എടുത്ത് എന്തെങ്കിലും ഒരു മൈന്യൂട്ട് പോയിൻ്റോ വല്ലതും ആഡ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ടൈം ഫയൽ ചെയ്യുന്നത്. സോ മാക്സിമം എല്ലാവരും വിസ കെയർഫുള്ളായിട്ട് തന്നെ, വിസയുടെ ആ ഒരു പാർട്ട് കെയർഫുള്ളായിട്ട് തന്നെ ഡീൽ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് എക്സ്പേർട്ട് ടീമിനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. സെൽഫായിട്ട് ചെയ്യാതെ ഇരിക്കുക. നമ്മളുടെ വിസ പ്രോസസ്സ് ചെയ്യുന്ന നമുക്കൊരു ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ ടീമുണ്ട്, അവരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ വൺസ് ഡെസ്മ ത്രൂ പ്രോസസ്സ്, വിസ പ്രോസസ്സ് മാത്രമാണെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വിസയുടെ കൂടുതൽ ക്ലാരിഫിക്കേഷൻസോ ഗൈഡൻസോ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ബിസി ആയിട്ട് നിൽക്കുന്ന ടൈമാണെങ്കിൽ വിസയുടെ ആപ്ലിക്കേഷൻ മാത്രമായിട്ട് നമ്മൾ എടുക്കാറുമില്ല. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടേ ചെയ്യാറുമുള്ളൂ. എല്ലാവരും ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇനി മുതൽ ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. മാക്സിമം എഫേർട്ട് ഇട്ട് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് സാവധാനം വെയിറ്റ് ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് മാത്രം വിസ ഫയൽ ചെയ്യുക. സോ മാക്സിമം വിസയുടെ കാര്യങ്ങൾ അത്രയും പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്മ ഇൻ്റർനാഷണലിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ എക്സ്പേർട്ട് ടീം നിങ്ങളെ ഗൈഡ് ചെയ്യും. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾക്ക് മെസ്സേജ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.